എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ കുറഞ്ഞ ചേരുവയിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലും അതേ ഒരു ടെക്സ്ചറിലായിട്ടോ നല്ല ക്രീമി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. ബേറ്റർ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ബാറ്റർ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രീമി ആയിട്ട് ഇതുപോലെ ഐസ്ക്രീം വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് 250 ml പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അൺസാൾട്ടഡ് ബട്ടർ ആണ്. അത് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുക്കാം കേട്ടോ. ബട്ടർ നന്നായിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം. ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കറക്റ്റ് 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 125 ml കപ്പിൽ കറക്റ്റ് 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷേ ടേസ്റ്റ് നമ്മൾ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കറക്റ്റ് 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഐസ്ക്രീമിനായതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല കുറുകിയ ഒരു രീതിക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ കറക്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 125 ml അതായത് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം കേട്ടോ. ഐസ്ക്രീമിനായതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മുടെ കസ്റ്റാർഡ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ ഒരു കസ്റ്റാർഡിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇവിടെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമുക്കിത് കുറുകി കിട്ടേണ്ടത് ഐസ്ക്രീമിനായതുകൊണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. കസ്റ്റാർഡ് എല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 300 ഗ്രാം അളവിൽ ഫ്രഷ് ക്രീമാണ്. ഒരു കപ്പിൽ നമ്മൾ ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ഏകദേശം നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കുക. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് സ്പീഡിലിട്ട് അടിക്കരുത് കേട്ടോ. പൾസിലിട്ട് പതിയെ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 തവണയായിട്ട് നമ്മളിത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തുന്ന കവർ ചെയ്ത് ഇത് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഇതൊന്ന് കട്ടിയായി കിട്ടണം കേട്ടോ. ഈ ഒരു സമയത്ത് കൂളിംഗ് കൂട്ടിയിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇതൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 2 തവണയായിട്ട് നമ്മളിത് അടിച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും നമ്മളിത് മിക്സിയിലൊക്കെ അടിച്ചിട്ടെടുക്കുന്നതല്ലേ, ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്പീഡിലിട്ട് അടിക്കരുത്, പൾസിലിട്ട് പതിയെ വേണം നമ്മളിതെല്ലാം കൂടെ മിക്സ് ആകുന്ന രീതിയിലൊന്ന് അടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം ചെയ്തതിലും കുറച്ചും കൂടി നല്ല ഒരു ടെക്സ്ചർ തന്നെ അതിൻ്റെ മാറിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് ഒരു കവറോ വെച്ചിട്ട് ഇതുപോലെ ഒരു മുൾഭാഗം ഒന്ന് മൂടി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു ഓവർ നൈറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നിലൊക്കെ ഇട്ടിട്ട് നമ്മളിത് ഓവർ നൈറ്റ് വെച്ച് കൊടുക്കുക, ഒരു കൂളിംഗ് കൂട്ടിയിട്ട് കൊടുക്കാതെ. അപ്പോൾ ഇത് ഞാൻ ഓവർ നൈറ്റ് വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. ഇതൊരു കുറച്ച് സമയം വെളി വെക്കുമ്പോഴത്തേക്കും തന്നെ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ആ ഒരു കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഐസ് പോലെ അങ്ങ് കട്ട് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്, അത്രയും സോഫ്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടല്ലോ, കുറച്ച് സമയം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ആ ഒരു ക്രീമി ടെക്സ്ചറിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മളൊരു സ്പൂണും കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല, ഇത് വീണ്ടും ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ കുറഞ്ഞ ചേരുവയിൽ യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഐസ്ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.